എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മട്ടാഞ്ചേരി അല്ലെങ്കിൽ ഫോർട്ട് കൊച്ചി ഈ പ്രദേശങ്ങൾ അറിയപ്പെടുന്നത് മിനി ഇന്ത്യ എന്നാണ്. ഇന്ത്യയുടെ എല്ലാ സാംസ്കാരിക വൈവിധ്യവും ഉള്ള ഒരു പ്രദേശമാണ് ഫോർട്ട് കൊച്ചി. ഫോർട്ട് കൊച്ചിയിലെ പ്രസിദ്ധമായ സാന്താക്രൂസ് ബസിലിക്കയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ലോകത്ത് 4 മേജർ ബസിലിക്കയാണ് ഉള്ളത്. അതിലാദ്യത്തേത് സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക, സെൻറ്റ് ജോൺ ലാറ്ററൻ ബസിലിക്ക, മഞ്ഞുമാതാവിൻ്റെ പള്ളി, അതുപോലെ തന്നെ സെൻറ്റ് പോൾസ് ഔട്ട്സൈഡ് ദ വാൾസ്. എന്നാൽ മാർപ്പാപ്പ പല കാലങ്ങളായിട്ട് പല പള്ളികൾക്കും മൈനർ ബസിലിക്ക പദവികൾ നൽകാറുണ്ട്. ഏറ്റവും അവസാനത്തെ ഒരു കണക്കനുസരിച്ച് 1889 മൈനർ ബസിലിക്കയാണ് ലോകം മുഴുവനുള്ളത്. എന്നാൽ ഈ കണക്കിന് ശേഷം ഈ അടുത്ത കാലത്ത് മാഹിയിൽ ഒരു മാഹിപ്പള്ളി മൈനർ ബസിലിക്കയായിട്ട് പ്രഖ്യാപിച്ചു. അങ്ങനെ നോക്കിയാൽ ഇന്ത്യയിലാകമാനം 32 ബസിലിക്കകളാണുള്ളത്. ഏറ്റവും കൂടുതൽ ബസിലിക്ക ഉള്ളത് ഇറ്റലിയിലാണ്. ഏറ്റവും അവസാനത്തെ കണക്കനുസരിച്ച് 592 ഫ്രാൻസിലാകട്ടെ 176, US 96, ഇങ്ങനെയൊക്കെ പോകുന്നു ആ കണക്ക്. ഇതിൽ വളരെ മനോഹരമായ ഒരു പള്ളിയാണ് കൊച്ചി രൂപതയുടെ കത്തീഡ്രലായ സാന്താക്രൂസ് ബസിലിക്ക. പരിശുദ്ധ കുരിശിൻ്റെ നാമത്തിലുള്ള ബസിലിക്ക എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഈ ബസിലിക്കയുടെ വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വിശദമായി കാണാൻ പോകുന്നത്. ഗോതിക് ശൈലിയിലുള്ള അതിമനോഹരമായ ഒരു ബസിലിക്കയാണ് സാന്താക്രൂസ് കത്തീഡ്രൽ ബസിലിക്ക. പോർച്ചുഗീസുകാരുടെ വരവോടെയാണ് ഈ ബസിലിക്കയ്ക്ക് തുടക്കം കുറിക്കുന്നത്. രണ്ടാമത്തെ പോർച്ചുഗീസ് യാത്രയ്ക്ക് നേതൃത്വം നൽകിയ പെദ്രോ അൽവാരസ് കബ്രാൾ, അദ്ദേഹം 1500 ഡിസംബർ 24 കേരള തീരത്തെത്തുന്നത്. അന്നത്തെ കൊച്ചി രാജാവായിരുന്ന ഉണ്ണി ഗോദവർമ്മ തിരുമുൽപ്പാട് അദ്ദേഹത്തെ കാര്യമായി സ്വീകരിക്കുകയും എന്നാൽ അതിനെ തുടർന്ന് സാമൂതിരിയുമായി കലഹിക്കുകയും സാമൂതിരിപ്പട കൊച്ചി രാജ്യത്തെ നേരിടാൻ വരികയും അതോടൊപ്പം കൊച്ചി രാജ്യത്തെ സംരക്ഷിക്കാൻ പോർച്ചുഗീസ് സൈന്യം ഇറങ്ങുകയും അങ്ങനെ സാമൂതിരിപ്പട തോറ്റുപോവുകയും ചെയ്തതൊക്കെ ചരിത്രത്തിൽ നാം ഒരുപാട് വായിച്ചിരിക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ ഒരു നന്ദി സൂചകമായിട്ടാണ് ഫോർട്ട് കൊച്ചിയിൽ ഈ പ്രസിദ്ധമായ ഫോർട്ട് രൂപം കൊള്ളുന്നതും അതേ തുടർന്ന് അവിടെ അവരുടെ ഒരു ആരാധനാലയം ആരംഭിക്കുന്നതും. മെയ് 3 ഇവിടെ ആദ്യത്തെ ദേവാലയം രൂപം കൊള്ളുന്നത്. ആദ്യത്തെ പോർച്ചുഗീസ് വൈസ്രോയി ആയിരുന്ന ഫ്രാൻസിസ്കോ ഡി അൽമെയ്ദ, അദ്ദേഹമാണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. തുടർന്ന് പിയൂസ് 4 മാർപ്പാപ്പ 1558 കൊച്ചി രൂപതയുടെ കത്തീഡ്രലായി ഈ ദേവാലയത്തെ ഉയർത്തുന്നു. എന്നാൽ പിന്നീട് ഡച്ച് സൈന്യം ഈ ദേവാലയം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും, ദേവാലയം മാത്രമല്ല അതിൻ്റെ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളെല്ലാം ആക്രമിച്ച് കീഴ്പ്പെടുത്തുകയും എന്നാൽ ഈ ദേവാലയം നശിപ്പിക്കാതെ ഇതൊരു ആയുധപ്പുരയാക്കി മാറ്റുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഈ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. പിന്നീട് ബ്രിട്ടീഷുകാരാലും ഇത് നശിപ്പിക്കപ്പെട്ടു.
ഇന്ന് ഈ കാണുന്ന ദേവാലയം മൂന്നാമത് രൂപം കൊണ്ടതാണ്. ഇതിന്റെ എല്ലാം സ്ഥാനം ഓരോ കാലങ്ങളിൽ മാറി മാറിയാണ് നിലനിൽക്കുന്നത് നമുക്ക് കാണാം. 1663 ഡച്ച് സൈന്യം ഈ ദേവാലയം ഒരു ആയുധപ്പുരയാക്കിയത്. നമ്മൾ ഇന്ന് കാണുന്ന ദേവാലയം 1887 പണി കഴിപ്പിക്കാൻ തുടങ്ങിയതാണ്. ജോ ഗോമസ് ഫെരൈര അദ്ദേഹമാണ് ഇതിന് നേതൃത്വം നൽകിയത്. 1905 ഈ ദേവാലയം പ്രവർത്തിച്ചു തുടങ്ങുന്നത്. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ 1984 ഈ ദേവാലയത്തെ ഒരു മൈനർ ബസിലിക്കയായി ഉയർത്തുന്നത്. ഈ ദേവാലയം വളരെ മനോഹരമായ കലാനിർമ്മിതികളാലും അതുപോലെ വളരെ മനോഹരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്താലും ആളുകളുടെ ശ്രദ്ധ ആകർഷിക്കുന്ന ഒരു സ്ഥലമാണ്. വിദേശികൾ ഇവിടെ വരികയും അതോടൊപ്പം തന്നെ എല്ലാ ഞായറാഴ്ചയും തന്നെ വിദേശികൾക്ക് വേണ്ടി ഇംഗ്ലീഷ് കുർബാന നടക്കുന്ന ഒരു ദേവാലയം കൂടിയാണിത്. വാസ്കോ ഡി ഗാമ പോർച്ചുഗലിൽ നിന്നും കൊണ്ടുവന്ന പ്രസംഗപീഠം സ്ഥിതി ചെയ്യുന്ന ഒരു ദേവാലയം കൂടിയാണ് ഇത്. ഈ ദേവാലയം സ്ഥാപിക്കാനുള്ള കാരണം, ഇതിന്റെ നാമകരണത്തിനുള്ള കാരണം എന്ന് പറയുന്നത് കുരിശിന്റെ വീണ്ടെടുപ്പാണ്. യേശുക്രിസ്തുവിനെ തറയ്ക്കാൻ ഉപയോഗിച്ച കുരിശിന്റെ വീണ്ടെടുപ്പ് ഹെലേന രാജ്ഞി കണ്ടെത്തിയതും അതിൻ്റെ അംശങ്ങൾ ലോകമെമ്പാടും പോയതുമൊക്കെ നാം ഒരുപാട് കേട്ടിട്ടുണ്ട്. ആ കുരിശിന്റെ ഒരു തിരുശേഷിപ്പ് ഈ ദേവാലയത്തിലുണ്ട്. ആ കുരിശിനോടുള്ള ഒരു അനുസ്മരണമായിട്ടാണ് ഈ ദേവാലയം ആരംഭിക്കുന്നത്. സാന്താ ക്രൂസ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ കുരിശ് എന്ന് തന്നെയാണ് അർത്ഥം. ഈ ദേവാലയത്തിന്റെ പെയിന്റിംഗ് നടത്തിയിരിക്കുന്നത് പ്രശസ്ത ഇറ്റാലിയൻ ചിത്രകാരനായിരുന്ന അന്തോണിയോ മോഷനി എസ്.ജെ. ആണ്. എന്നാൽ ഈ ദേവാലയം കോൺസക്രേഷൻ നടക്കുന്നതിന് 4 ദിവസം മുമ്പ് അദ്ദേഹം ഇവിടെ വെച്ച് മരണപ്പെടുകയാണ്. അതുപോലെ നമുക്കറിയാം, ഈ ദേവാലയം നോക്കിക്കഴിഞ്ഞാൽ ധാരാളം മ്യൂറൽ ചിത്രങ്ങൾ, അതിൽ വലിയ ക്യാൻവാസിലുള്ള 7 പെയിന്റിങ്ങുകളാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുക. എല്ലാം കുരിശു മരണവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കാൽവരിയിലേക്കുള്ള യാത്രയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളാണ് കൂടുതലുള്ളത്. വളരെ പ്രശസ്തമായത് ഇതിലെ അന്ത്യ അത്താഴത്തിൻ്റെ ചിത്രം തന്നെയാണ്. ഇത് ഈ അന്ത്യത്താഴം ചിത്രീകരിച്ചിരിക്കുന്ന പ്രശസ്ത ചിത്രകാരനായ ലിയനാർഡോ ഡാവിഞ്ചിയുടെ അതേ പെയിന്റിങ്ങിനെ മോഡലാക്കിയിട്ടാണ്. സ്റ്റെയിൻഡ് ഗ്ലാസ് കൊണ്ടുള്ള മനോഹരമായ ജനൽപാളികളും എല്ലാം ഈ ഗോതിക് രൂപത്തിലുള്ള ദേവാലയത്തെ മനോഹരമാക്കുന്നു എന്നതിൽ തർക്കമില്ല. ഈ ദേവാലയത്തിന്റെ റൂഫ്, അതിനെ 3 വലിയ ചിത്രങ്ങളാണ് മനോഹരമാക്കുന്നത്. ഇത് കുരിശിന്റെ വഴിയിലേക്കുള്ള 3 പ്രധാനപ്പെട്ട രംഗങ്ങളാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ചുരുക്കത്തില് ഈ ദേവാലയത്തിന് വളരെ വലിയ ഒരു ഹിസ്റ്ററിയുണ്ട്.
എന്നാൽ ഇപ്പോൾ കാണുന്ന ദേവാലയം ഇത് ആരംഭത്തിൽ സ്ഥാപിച്ചത് അല്ല നിലനിൽക്കുന്നത്. ധാരാളം ചരിത്രം പേറുന്ന ദേവാലയമാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത്. നിരവധി ടൂറിസ്റ്റുകൾ ഓരോ ദിവസവും വന്നു പോകുന്നു. എല്ലാ ഞായറാഴ്ചകളിലും ഇവിടെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇംഗ്ലീഷ് കുർബാനയുണ്ട്. ഈ ദേവാലയം, ഇന്ന് കാണുന്ന ദേവാലയം, മുമ്പ് സൂചിപ്പിച്ചതുപോലെ ജോആ ഗോമസ് ഫെറൈര എന്ന കൊച്ചിൻ ബിഷപ്പിന്റെ താല്പര്യപ്രകാരം രൂപം കൊണ്ടതാണ്. ഇത് 3ാമത്തെ ദേവാലയമാണ്. ഇതിനു മുമ്പുള്ള 2 ദേവാലയങ്ങളും ഇത് നിൽക്കുന്ന സ്ഥാനത്തല്ല, മറിച്ച് ഇതിന്റെ പരിസരങ്ങളിലായിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അതിപ്പോൾ അതിന്റെ അവശിഷ്ടങ്ങൾ ഒന്നും തന്നെ ബാക്കിയില്ല. ഈ ദേവാലയം വിശ്വാസികൾക്ക് പ്രത്യേക അനുഗ്രഹവും ഈ മട്ടാഞ്ചേരിയും ഫോർട്ട് കൊച്ചിയും കാണാൻ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അത്ഭുതവുമായി ഇങ്ങനെ നിലകൊള്ളുകയാണ്. സാന്താക്രൂസ് ബസിലിക്കയെക്കുറിച്ചുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു നല്ല വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.